ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ കാശ്മീരിലെത്തിയിട്ട്, അതായത് ശ്രീനഗറിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസം അവർ കൊണ്ടുപോയത്. ലാസ്റ്റ് ദിവസം അവർ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതാണ്, അതായത് ഹിൽസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു കുറച്ച് വൈകിട്ടേ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ നേരത്തെ 6 മണിക്ക് വണ്ടി വരും പറഞ്ഞിട്ട്, പിക്ക് ചെയ്യാനും വണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 6:10 വണ്ടി വന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം റസ്ദാൻ പാസ്, ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ചെറിയ റോഡാണ്, അല്ല ഹൈവേ ഒന്നും അല്ല, ചെറിയ റോഡുകളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം റസ്ദാൻ പാസിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്ന നദി ഉണ്ടല്ലോ, ചിലവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇതാണ് സിന്ധു നദി. കണ്ടോ, വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. ഇത് ഈ കാണുന്നേക്കാളും ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ. കാരണം ചെറിയ കല്ലുകളൊക്കെ നമ്മൾ ഈ മുറ്റത്തൊക്കെ ഇടുന്ന കല്ലുകളില്ല, അങ്ങനത്തെ ഒത്തിരി കല്ലുകളുണ്ട്. ആ കല്ലും കൊണ്ട് തന്നെയാണ് അവരതിന് തട കെട്ടുന്നത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് വീടുകളും കൃഷിസ്ഥലങ്ങളും, അവർ പറയുന്നത് എന്തോ ഒരു എണ്ണ ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ. നമ്മളവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ തോട്ടങ്ങളാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കൂടുതലും കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരു ഇട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആ നദി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ റോഡ് സൈഡ് കൂടിയൊക്കെയാണ് ഒഴുകി പോകുന്നത്. കാണാൻ എന്താ പറയുക, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് കാണുന്നെ വേണം കേട്ടോ ആ ഒരു നദി. ഈ കാണുന്നതൊക്കെ കണ്ടോ, ചെറിയ കല്ലുകളാണ് കേട്ടോ. ഈ പുഴങ്കല്ലൊക്കെ ഉണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ മതിലൊക്കെ കെട്ടിക്കുന്നത്, അതായത് അതിന് തടം കെട്ടി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ കല്ലും കൊണ്ട് തന്നെയാണ് കേട്ടോ. കണ്ടോ, ശാന്തമായിട്ട് ഒഴുകാണ്. അത്ര ആഴമൊന്നും ഈ ഭാഗത്തൊന്നും അത്ര ആഴം ഒരുപാട് ഒഴുക്കൊന്നുമില്ല കേട്ടോ. കാണാൻ എന്താ രസം. ഞാനത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ സ്ലോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഒരു സൈഡ് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെയൊക്കെ നിറച്ച് വീടുകളും ഉണ്ട് കേട്ടോ, ചെറിയ വീടുകൾ കാണുമ്പോൾ. പിന്നെ ഈ ആപ്പിൾ തോട്ടം, ഈ ആപ്പിൾ ചെറിയ കായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അവർ പറഞ്ഞത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കാണ് കായ ഇങ്ങനെ ഇല കാണാതെ അത്രയും പഴങ്ങളായിട്ട് കാണും കേട്ടോ. ആപ്പിൾ മാത്രം മരത്തുമ്പോൾ നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് സിന്ധു നദി. എന്താ അല്ലേ, കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറിനോട് കുറച്ച് സ്ലോ ആക്കാൻ പറഞ്ഞതാട്ടോ. ഈ തടം ഇങ്ങനെ പോരും, പിന്നെ അവർ പിന്നെ അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെയാണ് കേട്ടോ, റിപ്പീറ്റേഷനാണ്. കണ്ടോ, ഇപ്പം ഇനി ചെറിയൊരു ടൗണിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ടൗണാണ്. അപ്പം നമ്മളങ്ങനെ ഹിൽസ് കയറി തുടങ്ങുക കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ദിക്റും സലാത്തൊക്കെ ചെല്ലിയിട്ടിരിക്കേണ്ടത് കേട്ടോ. എനിക്കിങ്ങനെ ഹിൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ
എവിടേക്കാണ് പോകുന്നത്? റസ്താൻ പാസിലേക്ക് പോവാട്ടോ. ഫുള്ള് ഹിൽസാണ്. ഈ ഹിൽസ് മുഴുവൻ നമ്മൾ കയറണം കേട്ടോ. ഫുള്ള് മഞ്ഞാന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് റസ്താൻ ടോപ്പ്, അതായത് റസ്താൻ പാസ് എന്ന് പറയും കേട്ടോ. അതായത് എന്താ വെച്ചാൽ കാശ്മീരിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതും അതായത് ഏറ്റവും ദൂരം കൂടിയതുമായിട്ടുള്ള ഒരു പർവ്വത നിരയാണ് കേട്ടോ ഇത്. അതായത് ഗുരൈസ് താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന താഴ്വരയാണ് റസ്താൻ പാസ്, അതായത് റസ്താൻ ടോപ്പ്. ഏറ്റവും ഹിൽസിലാണ്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 11,672 അടി ഉയരത്തിലാണ് ഈ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് മഞ്ഞ് വീഴ്ച കൊണ്ട് വർഷത്തിൽ 4-5 മാസമൊക്കെ അടച്ചിടുന്ന ഒരു പർവ്വതനിരയാണ് കേട്ടോ. ഇത് അടച്ചിടും, അതായത് 3-4 മാസമൊക്കെ നമുക്ക് ഇവിടേക്ക് എൻട്രി ഉള്ളൂ. അതെ, മഞ്ഞ് വീഴ്ച കാരണം ഇത് അതിൽ കൂടുതൽ 4-5 മാസം അടച്ചിടുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര സുരക്ഷ കേട്ടോ. അതായത് വണ്ടി ചെക്ക് ചെയ്യും, ആളുകളെ ചെക്ക് ചെയ്യും, നമ്മൾ ആധാറും എല്ലാ ഡീറ്റെയിൽസും മുഴുവൻ കൊടുത്താലേ ഇവിടെ അവിടുന്ന് നമ്മളെ കിടത്തി വിടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 10-60 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, ചെക്കിങ് പാസ് ഉണ്ട്. ആ പാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഈ ചെറിയ റോഡ് തന്നെ കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ഈ റോഡ്. ചെറിയ ഹിൽസ്, ഇത്രയും ടാറിടാത്ത പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീടുകളാണ് നമുക്ക് ഈ ഹിൽസ് മുഴുവൻ കാണാൻ പറ്റുക. കാശ്മീരിൽ മൊത്തം ഇങ്ങനത്തെ വീടുകളാട്ടോ. ഈ മുകളിൽ കണ്ടോ, ഇതൊരു ഷീറ്റാണ്, നമ്മുടെ തകരത്തിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റാണത്. ആ ഷീറ്റിന് അവർ പെയിൻറ്റ് കൊടുക്കുന്നതാണ്. ചുമരൊക്കെ നമ്മൾ ഇതേപോലെ മരത്തിൻ്റെയൊക്കെ ചുമരാണെങ്കിൽ പോലും മുകളിൽ അവർ ഷീറ്റാണ് കേട്ടോ ഇടുന്നത്, തകരത്തിൻ്റെ ഷീറ്റ്. അത് തണുപ്പിനെ പ്രതിരോധിക്കാനാണോ എന്താണെന്ന് അറിയില്ല, അത് അവർക്ക് അറിയുള്ളൂ. നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പം ഒരു ചായയും ലേശം ഉപ്പുമാവും കഴിച്ചതാട്ടോ. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. അല്ലൂസ് വിശക്കണമെന്ന് പറയുന്നുണ്ട്. ഹിൽസ് ആണെങ്കിലോ കാണുമ്പോഴോ നമുക്ക് അതിലേറെ പേടിയിട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഹൈറ്റും ഇങ്ങനെ ഈ ഇടറോഡും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ.
നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ട് ഏകദേശം എത്തി തുടങ്ങിയിട്ടോ. ചില ഭാഗത്ത് കൂടിയൊക്കെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ ഹിൽസുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് എത്തും തോറും, അതായത് ഹിൽസൊക്കെ ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ. കാരണം നമ്മൾ സ്ഥലത്ത് ചെല്ലുകയാണോ വീഡിയോ എടുക്കുകയാണോ ചെയ്യുകയെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അത്രയും പേടിയാട്ടോ. കണ്ട് ചില ഭാഗത്ത് കൂടെയൊക്കെ മഞ്ഞുകട്ടകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. റോഡ് വളരെ മോശം കേട്ടോ, അതും വേണമല്ലോ പറയുക. കണ്ട് ആ സൈഡൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ ഹിൽസാട്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നു. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. പാസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സുരക്ഷയാണ്, അതീവ സുരക്ഷയോണ്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞാനിത് ശരിക്കും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, ജമ്മു കാശ്മീരിലെ ബന്ദിപ്പൂര ജില്ലയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പറയാൻ മറന്നു പോയതാണ്. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ റസ്ദാൻ ടോപ്പിലെത്തിയിട്ടോ. അതാണ് റസ്ദാൻ പാസ്, കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാശ്മീർ, അതായത് ഹിമാലയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് പിന്നെ പോകണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫുള്ളുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണത്. ശ്രീനഗർ വഴിയാട്ടോ നമ്മൾ പോവുക. അധികം ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളുമാണ്. 80 കിലോമീറ്ററാണ് നമ്മൾ ഈ ഹിൽസ്, മനസ്സിലായോ? ഈ ഹിൽസ് കറക്റ്റ് 80 കിലോമീറ്ററാണ് കേട്ടോ. ഗുറൈസ് താഴ്വരയാണ് ഈ കാണുന്നത്. ഇതാണ് ഗുറൈസ് താഴ്വര. അപ്പം നമ്മളങ്ങനെ ലാസ്റ്റ് ടോപ്പിലെത്തി. ഇത് ഈ മഞ്ഞുകാലമായി കഴിഞ്ഞ് ഈ റോഡൊക്കെ മഞ്ഞ് മൂടും ഇത്രേ. നമ്മൾ ചില റീൽസ് കൂടെ ഒക്കെ കണ്ടിട്ടില്ലേ, ആ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അതായത് ഞാൻ ഈ പാസ് എടുക്കുന്ന ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം അതീവ സുരക്ഷയും കാര്യങ്ങളൊക്കെയാണ് അവർ. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇനി നമ്മൾ കാരണം ഡ്രൈവർക്ക് ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പുറത്തെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. ഇപ്പോൾ ഫൈനലി നമ്മളെവിടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇതാണ് ഗുറൈസ്, എന്താ പറയുക, ഇതാണ് റസ്ദാൻ പാസ്. ഗുറൈസ് അല്ല, ഗുറൈസ് താഴ്വരയാണ് ഇത്, റസ്ദാൻ പാസ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാണുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവർ അനുവദിക്കുന്ന ടൈം 1 മണിക്കൂറാട്ടോ. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് മലയാളി പയ്യന്മാരുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അവരെ കൂടെ വീഡിയോ എടുക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലൂസും സെയ്മോനൊക്കെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാനും ഇക്കയും കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് മഞ്ഞുമല. ഈ കാണുന്നതാണ് മഞ്ഞുമല. കണ്ടോ, ഇതൊക്കെ റോഡൊക്കെ മൂടി ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമുണ്ട്, 4-5 മാസമൊക്കെ. അപ്പോൾ അവരിത് അടച്ചിടും കേട്ടോ. അന്നൊന്നും നമുക്ക് സന്ദർശകർക്ക് അവർ അലൗഡല്ല. അല്ലാത്ത ടൈമിലൊക്കെ അവർ പാസ് എടുത്തിട്ട്, അതീവ സുരക്ഷയാണ് കാര്യങ്ങളാണ്. നമുക്ക് പാസ്സൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് വരാം. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഡിസംബർ ആ മാസമൊന്നും പറ്റില്ല. അതായത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ ഇത് അടച്ചിടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ആപ്പിളിൻ്റെ തോട്ടങ്ങൾ, നമ്മൾ ആപ്പിൾ കായ്ച്ച് നിൽക്കുന്ന തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് തുലിപ്പ് ചെടികളും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ സീസണും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ വീഡിയോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ. പക്ഷേ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം എല്ലാം വരും കേട്ടോ. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ശ്വാസമുട്ടും കാര്യങ്ങളൊന്നും ഉള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല കേട്ടോ ഇത്. ഇപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ആളുകൾ വരുന്നത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതൊക്കെ ഫുള്ള് മഞ്ഞുമലകളാട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ മഞ്ഞുമലകൾ തന്നെ കേട്ടോ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ബോർഡർ ഇങ്ങനെ കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ അതീവ സുരക്ഷയാണ്. പട്ടാളക്കാരും ഇന്ത്യൻ ആർമിയുടെ ആളുകളും ഒക്കെ ഫുള്ള് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോരുത്തർ തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ മൂലയ്ക്കും ഉണ്ടാവും. സൂപ്പറായിട്ട് കാണാൻ പറ്റും. കാണാൻ അടിപൊളി കേട്ടോ. ഇങ്ങനെ കാണുന്നേക്കാളും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആസ്വദിക്കാനും കാണാനൊക്കെ പറ്റും കേട്ടോ. ഫോട്ടോ വീഡിയോ തന്നെയാണ് കാര്യമായിട്ട് കേട്ടോ ഇവിടെയുള്ള ആളുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.